ഭയങ്കര പിക്ചർച്ചിയുമായിട്ടുള്ള സ്ഥലമാണിത്. അടിപൊളി ഗൈസ്. ഇവിടെ നല്ലൊരു വരയാടിനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എൻട്രൻസിൽ. നമ്മളതേ അവിടെ നിന്ന് ഇങ്ങ് കയറി അകത്തേക്ക് കയറിയിട്ടുണ്ട്. മുകളിലൊക്കെ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ എടുക്കാം, നല്ല രസമാണ്. ഇവിടെ വലിയ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ സൗകര്യമുണ്ട്. നമുക്കിനി ഈ ഒരു സ്ട്രെയിറ്റ് വേ നേരെ നടന്നൊരു ഒരു 1/2 കിലോമീറ്റർ മുമ്പോട്ട് നടക്കണം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ടൂറിസ്റ്റ് ഒരുപാടുണ്ടല്ലേ? അതെ, നല്ല ക്ലൈമറ്റ്, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. മേലോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പ്. വൃത്തിയാണ് ഇവിടുത്തെ മെയിൻ. ഒരു പ്ലാസ്റ്റിക്, ഒരു പേപ്പറോ ഒന്നും എങ്ങും ഇട്ടിട്ടില്ല. ഫുള്ള് ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. അപ്പം നമുക്ക് മലയാളികൾക്ക് അറിയാം എങ്ങനെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത്, സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് അറിയാം. അപ്പോൾ ഇവിടെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂള് വന്നതുകൊണ്ടാണല്ലോ ഇതങ്ങനെ ഇട്ടേക്കുന്നത്. ഇങ്ങ് കയറി കഴിയുമ്പോൾ പരയാടുമുട്ട ട്രക്കിങ്ങിൻ്റെയും പല ട്രക്കിങ്ങിൻ്റെയൊക്കെ റേറ്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മരുത്തോമല ട്രക്കിങ്, സീതാ തീർത്ഥം, അങ്ങനെ ഓരോന്നിൻ്റെയും ട്രക്കിംഗ് റേറ്റ്സ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫൈനലി നമ്മളിത് എവിടെ എത്തിയിട്ടുണ്ട്? ഏറ്റവും പീക്കിലെത്തിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ഇങ്ങനെ ഇതുപോലെ ഡോം പോലുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ആക്ച്വലി വീക്കെൻഡ് ആയിട്ട് കൂടി തിരക്കധികമില്ല. അപ്പം ഇതാണ് പൊന്മുടിയുടെ ഏറ്റവും ടോപ്പ്. ഇനി അവിടെയൊക്കെ ഉണ്ട് കാണാനായിട്ട് നല്ല കുറേ സ്ഥലങ്ങൾ. നമുക്ക് അതൊക്കെ കറങ്ങിയിട്ട് പെട്ടെന്ന് ഒരു കറക്കം കറങ്ങി തിരിച്ചു പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ ആ പോസ്റ്റിൽ അവിടെ ആട്ടോ ഇരുന്നത്. ആ ഒരു ഡോമില്ലേ, ആ ഡോമിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഇരുന്നത്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ടോപ്പാണ് ഇവിടെ. പിന്നെ ഇവിടെ കോടയൊക്കെ ഇറങ്ങിയത് കാണാനാണെങ്കിൽ നല്ല രസമുള്ളൂ. ഇത് അങ്ങ് താഴെ വരെ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോഴേ നല്ല പ്ലെയിൻ ഏരിയ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ കോട ഇറങ്ങണം. കോട ഇറങ്ങിയാലേ ഇവിടെ കാണാൻ രസമുള്ളൂ. നമ്മൾ മൺസൂൺ സമയത്ത് വരണം, അല്ലെങ്കിൽ നമ്മൾ വിൻ്റർ സമയത്ത് വരണം, അല്ലെങ്കിൽ ഈ ഒരു നവംബർ മാസമൊക്കെ ആണെങ്കിൽ നമ്മൾ രാവിലെ വരണം, അല്ലെങ്കിൽ വൈകിട്ട് വരണം. ആ കടയിൽ ചേട്ടൻ പറഞ്ഞ കണക്ക്. ഗൈസപ്പത്തേ നമ്മൾ ആ വാച്ച് ടവറിൻ്റെ ആ ഒരു യാത്ര നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് സ്കിപ്പ് ചെയ്ത്. കാരണം വേറെ ഒന്നുമല്ല, വെറുതെ പോകാനേ ഉള്ളൂ. കാരണം വാച്ച് ടവറിൻ്റെ മേളിൽ കയറ്റി വിടത്തില്ല. കാരണം വാച്ച് ടവറിൽ പണ്ടൊരു അപകടം നടന്നതിന് ശേഷം അത് ക്ലോസ്ഡ് ആണ്. അതിൻ്റെ മേലെ കയറാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് കയറി മേലെ പോയി അവിടെ ജസ്റ്റ് കുറച്ച് നേരം ഇരിക്കുക, കാറ്റ് വെള്ളം ഇറങ്ങി വരിക. അതിനെക്കാട്ടി നല്ലത് മറ്റേ റിസോർട്ട് KTDCയുടെ ഇവിടെ നടത്തിയേക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ.